അൽ-ഹികായത്തു സാലിസത്തു വൽ ഇശ്റൂന 23-ാമത്തെ ഉദ്ധരണി. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഉദ്ധരണി. മൂപ്പര് പറയുന്നു, ഖാല, മഹാൻ പറയുകയാണ്. എന്താ പറഞ്ഞത് അറിയോ? ബൈനമാ അന അതൂഫു, ഞാൻ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എത്രത്തിൽ വഖദ് ഹദഅത്തിൽ ഉയൂനു ബിബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹു തആലാന്റെ പരിശുദ്ധ കഅബയിലേക്ക് കണ്ണുകൾ നോക്കി അടങ്ങി ഒതുങ്ങി അച്ചകത്ത് നിൽക്കുന്നു. അങ്ങനെ ഞാൻ തവാബ് ചെയ്യുമ്പോൾ എല്ലാവരും അതിലേക്ക് ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഇത് അനബിശഖ്സിൻ, ഞാനൊരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ചെന്നു. ഖദ് ഹാദൽ ബൈത്ത, മഹാൻ കഅബയോട് നേരിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താണറിയോ? യഹോവൽ, ആ ഒരു വ്യക്തി കഅബയെ നേർക്കുനേരെ നിന്നിട്ട് പറയുന്നു, റബ്ബി അബ്ദുക്കൽ മിസ്കീനു ത്വരീദു ശരീദു മിൻ ബൈനി യദൈക അസ്അലുക മിനൽ ഉമൂരി അഖറബഹാ വമിന ത്വആതി ഐസറഹാ വഅസ്അലുക ബിഅസ്ഫിയാഇക മിൻ ഖൽഖികൽ കിറാമിനൽ അംബിയാഇ അലൈഹിമുസ്സലാം ഇല്ലാ സഖൈതനി ബികൈസി മഹബ്ബതിക വകശബ്ത അൻ ഖൽബി അഗ്തിയത ജഹിൽ മഅരിഫതക ഹത്താ അർഖാ ബിഅജ്നിഹതി ശൗഖി ഇലൈക ഫഉനാജിക ഫീ അർകാനിൽ ഹഖ് ബൈന റിയാദിൽ ഇർഫാൻ. ഇതാണ് മഹാൻ പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പരിശുദ്ധമായിരിക്കുന്ന കഅബയുടെ അടുത്ത് നിന്നുകൊണ്ട് ആ കഅബയിലേക്ക് നോക്കി തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാൻ പറഞ്ഞ വാക്ക്. അതാണ് നമ്മൾ അറിയേണ്ടത്. ആരാണ് ഈ മഹാൻ എന്നുള്ള പിന്നീട് പരിചയപ്പെടാം. എന്താണ്? റബ്ബി, എന്റെ പടച്ചവനെ, അബ്ദുക്കൽ മിസ്കീൻ, നിന്റെ സാധുവായ അടിമ ഇതാ. ആ ത്വരീദു, ഒരു അഭയകേന്ദ്രങ്ങളില്ല, അണിഞ്ഞുകൂടാൻ പറ്റുന്നൊരു സ്ഥലമില്ല, അങ്ങനെ ഒരു പരദേശിയായി നടക്കുന്ന ഈ അടിമ. അശ്ശരീദ്, അങ്ങനെ അതാ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു കുടുംബങ്ങളാരൊന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ പോന്ന പുറപ്പെടുവിക്കപ്പെട്ടതായ ഒരടിമ. മിംബൈനിയ ദൈക്ക, നിന്റെ മുന്നിൽ നിൽക്കുന്നു. അസ്അലുക, പടച്ചവനെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു. മിനൽ ഉമൂരി അഖറബ, പല പല പ്രയാസമുള്ളതും അടുപ്പമുള്ള കാര്യങ്ങളുമുണ്ട്. ഏത് കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ നിന്നിലേക്ക് ഏറ്റവും അടുത്തത് ഏതാണോ അത് ഞാൻ ചോദിക്കുന്നു. വമിന ത്വആതി ഐസറഹ, ആരാധന പലതുമുണ്ട്, അതിൽ എളുപ്പമായത് ഏതാ അത് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ബി അസ്ഫിയായിക, നിന്റെ തെളിച്ചമുള്ള അടിയങ്ങളെ കൊണ്ട്. മിൻ ഖൽഖികൽ കിറാം, ഉന്നതന്മാരായ നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മഹാന്മാരായ കുറെ ആളുകളുണ്ട്. മനസ്സ് നിസ്വാർത്ഥമായ കളങ്കമൊന്നുമില്ലാത്ത ഇഖ്ലാസിന്റെ മനസ്സിന്റെ ഉടമയായ മഹാന്മാരുണ്ട്. അവരെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അവരാരാൽ? മിനൽ അംബിയാഇ അലൈഹിമുസ്സലാം, ആ മഹാന്മാരാണ്. അങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിലും ഇല്ലാ സഖൈതനി, എങ്കിലും നീ എനിക്ക് കുടിപ്പിച്ചിട്ടുണ്ട്. ബികൈസി മഹബ്ബതിക, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആ കൂജ കൊണ്ട് നീ എന്നെ കുടിപ്പിച്ചു. അപ്പൊ നിന്നെ സ്നേഹിക്കുന്ന പ്രേമത്തിന്റെ കൂജ കൊണ്ട് നീ എന്നെ കുടിപ്പിച്ചിരിക്കുന്നു. വകശബ്ത അൻ ഖൽബി അഗ്തിയത ജഹിൽ, വിവരമില്ലായ്മ എന്ന് പറയുന്നത് ആ മൂടി എന്റെ കൽബിനെ തൊട്ട് നീ അകറ്റിയിരിക്കുന്നു, നീക്കിക്കളഞ്ഞിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മഅരിഫതക, നിന്നെ കുറിച്ച് എനിക്ക് അറിയണം, ആ അറിവ് കൊണ്ട തമ്പുരാന്. ഞാനങ്ങനെ കേറാൻ വേണ്ടിയിട്ട് ബി അജ്നിഹതി ശൗഖ് ഇലൈക, നിന്നിലേക്ക് ആഗ്രഹത്തിന്റെ ചിറകുകൾ അടിച്ചുകൊണ്ട് നിന്നിലേക്ക് കേറി ഇങ്ങനെ വരണം ഞാൻ. അങ്ങനെ വനാജിക്ക, നേരിട്ട് നിന്നോട് അഭിമുഖ സംഭാഷണം നടത്തും. ഫീ അർകാനിൽ ഹഖ്, ഹക്കിന്റെ തൂണുകൾ നിന്നുകൊണ്ട് ബൈന റിയാദിൽ ഇർഫാൻ, പരിചയപ്പെടുക, മനസ്സിലാക്കുക, അറിയുക എന്ന ആ ഇർഫാന്റെ തോട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഹക്കിന്റെ തൂണുകളുണ്ട്. അവിടെ നിന്നുകൊണ്ട് നിന്നോട് ഞാൻ മുനാജാത്ത് നടത്തും. ഇതാണ് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നത് എന്ന് ഈ അടിമ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു മഹാനായിരിക്കുന്ന ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു.
എന്നിട്ടോ സുമ്മബക്ക പിന്നീട് ആ മകൻ കരയാണ് ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ കല്ലിന്റെ മുകളിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണിനീര് ഉറ്റി വീണിട്ട് ആ ഒറ്റി വീണുന്ന ശബ്ദം ഞാൻ കേട്ടുപോയി. അത്രയും ഗൗരവത്തിലാണ് മഹാന്റെ കരച്ചിൽ. ആ കരച്ചിൽ കഴിഞ്ഞിട്ട് സുമ്മലോഹിക്ക പിന്നെ മഹാൻ ഒന്ന് ചിരിച്ചു. ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ വൻസറഫ മൂപ്പർ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ രംഗങ്ങൾ ഞാൻ കണ്ടു. ഏതായാലും ഈ വ്യക്തി ആരാണെന്ന് അറിയണം. ഇതൊരു അത്ഭുത വ്യക്തി തന്നെയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ കൂടി. മൂപ്പരങ്ങനെ പോകുന്നു. വേക്ക് ഞാൻ തുടർന്നു. അങ്ങനെ നഫ്സി എന്റെ മനസ്സിൽ ഞാൻ പറയുകയാണ്, ഹാദായൊരു മനുഷ്യൻ ഇമ്മ ആരിഫുൻ ഒന്നിരിക്കൽ അള്ളാഹിനെ കുറിച്ച് വേണ്ടതുപോലെ അറിഞ്ഞ ആളായിരിക്കണം, അല്ലെങ്കിൽ ഇമ്മ മജ്നൂൻ ഒന്നിരിക്കൽ ഇയാൾ ഭ്രാന്തനായിരിക്കണം. ഈ രണ്ടാലൊന്ന് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മസ്ജിദി അങ്ങനെ പള്ളിയിൽ നിന്ന് ഏത് മസ്ലറമ് അവിടുന്ന് മൂപ്പർ പുറത്തിയാടി. എന്നിട്ടോ ഖറാബി മക്ക മക്കയിൽ ഒഴിഞ്ഞ ആൾവചനമില്ലാത്ത പാർപ്പൊന്നുമില്ലാത്ത ഖറാബായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് മൂപ്പർ പിടിച്ചു. സുമ്മൽ തഫതയിലിയ അങ്ങനെ പോകുമ്പോ മൂപ്പർ എന്റെ കൊള്ളങ്ങനെ നോക്കി. എന്നിട്ട് കാല മാലക്ക അല്ല മനുഷ്യ താങ്കൾക്ക് എന്താണ്? ഇർജി അമാമക്ക നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കോളൂ, എന്റെ കൂടെ കൂടണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു ഫഖുൽതു മസ്മുക ഇർഹമക്കല്ലാഹ് നിങ്ങളെ പേരെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു എന്ന് ആര് പറയുന്നു? ദിന്നൂരിൽ മിസ്രി റളിയല്ലാഹു പറയുന്നു. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ കാല ആ വ്യക്തി പറയുന്നു അബ്ദുല്ലാ എന്ന് പറഞ്ഞു. കൊൽത്തു അപ്പൊ ഞാൻ ചോദിച്ചു ഇബ്നു മൻ ആര മോനാണ്? കാല ആ മകൻ പറയുന്നു ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദില്ല അബ്ദുല്ലയുടെ മോനാണ്. അപ്പൊ അബ്ദുല്ലാന്ന് പേര് പറഞ്ഞു, അബ്ദുല്ലയുടെ മോനാണെന്നും പറഞ്ഞു. ഇത് പറയുമ്പോൾ ദിന്നൂൽ മിസ്രി തങ്ങൾ പറയുന്നു കൊൽത്തു ഞാൻ പറഞ്ഞു കത് അരിംതു ഞാൻ നിശ്ചയമായിട്ടും അറിഞ്ഞിട്ടുണ്ട് മഹാനെ അന്നൽ ഖൽഖ കുല്ലും അബീദുല്ല എല്ലാ സൃഷ്ടികളും അള്ളാന്റെ അടിയങ്ങളാന്ന് എനിക്കറിയാം. ബനു അബീദിഹി അടിയന്റെ മക്കളാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞതിനൊക്കെ എനിക്കറിയാം. വമസ്മുക ദിന്നൂരിൽ മിസ്രി തങ്ങൾ വിടുന്നില്ല. വമസ്മുക താങ്കളെ പേര് പറയും, നിങ്ങൾ ആരാണ്? കാല അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നു സമ്മാനി അബി എന്റെ പിതാവ് എനിക്ക് നാമകരണം ചെയ്തിട്ടുണ്ട്. എന്താണ് അഥവാ സഅദൂൻ എനിക്ക് പേരിട്ടത് സഅദൂൻ എന്നാണ്. ഇത് പറയുമ്പോൾ ദിന്നൂരിൽ മിസ്രി തങ്ങൾ പറയുന്നു ഖുൽതു ഞാൻ ചോദിച്ചു അൽ മഅറൂഫു ബിൽ മജ്നൂൻ സഅദൂനിൽ മജ്നൂൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ മജ്നൂൻ എന്ന പേര് കൊണ്ട് അറിയപ്പെട്ട സഅദൂനാണോ താങ്കൾ? ആനനഅൻ അതെ. മഹാൻ പറഞ്ഞു അതെന്നെയാണ് ഞാന് എന്ന്. അപ്പൊ കൊൽത്തു ഞാൻ ചോദിക്കുന്നു ആര്? ചോദ്യകർത്താവ് ആരാണ്? ദിന്നൂരിൽ മിസ്രി തങ്ങളാണ്. ഫമിനൽ ഖൗമില്ലദീ സഅൽതല്ലാഹ തആല ബിഹിം വബിഹുർമതിഹിം നിങ്ങൾ അവരുടെ ഹുർമത്ത് കൊണ്ട് അവരുടെ ഹക്ക് കൊണ്ട് ഞാൻ പടച്ചവരെ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആരാണ് ആ കൗമ്? ഫമനിൽ കൗമു മിനൽ കൗമു എന്നല്ല, ഫമനിൽ കൗമു ആരാണ് ആ വിഭാഗം ഒന്ന് പറഞ്ഞു തരൂന്ന. അതാ ഇതിന്റെ ഒരു മിസ്രി നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ കാല ആ ശഖ്സ് പറഞ്ഞു കൊടുക്കുന്നു, അഥവാ സഅദുൽ മജ്നൂൻ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതൊരു വിഭാഗമാണ്. അവരെല്ലാവരും അള്ളാഹുവിലേക്ക് നടന്നു പോയവരാണ്, പ്രപഞ്ചം വെടിഞ്ഞവരാണ്. ദുന്യാവുമായി യാതൊരു ബന്ധങ്ങളില്ല, എല്ലാ ബന്ധങ്ങളും അള്ളാഹുവിലേക്ക്. അങ്ങനെ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചവരാണ് വിഭാഗം. എങ്ങനത്തെ നടത്തമെന്ന് ചോദിച്ചാൽ സൈറമൻ നസബൽ മഹബ്ബത ബൈന ഐനൈഹി തന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ മഹബത്ത് എന്നതിനെ നാട്ടിവെച്ചു. ആ മഹബത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നടന്നു പോയവരാണ്. അങ്ങനെ പ്രേമിച്ചാൽ അങ്ങനെ നടന്നു പോകുമോ അതേ രൂപത്തിൽ അങ്ങ് നടന്നുപോയി. അങ്ങനെ അള്ളാഹുവിലേക്ക് നടന്നുപോയ വിഭാഗമാണവർ.
റൂഹാനിയ എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. തന്റെ ഹൃദയത്തിൽ റൂഹാനിയത്ത് പിടിപെട്ടു. അങ്ങനെ പിടിപെട്ടതായിരിക്കുന്ന ഒരാൾ തനിച്ചങ്ങനെ നിൽക്കുമോ? അതുപോലെ തനിച്ചവരാണ് അവർ. ഒന്നുമില്ല അവർക്ക്, വെറും ആ ഒരു ജീവിതം അത്രമാത്രമുള്ളൂ. ഇതെല്ലാം പറഞ്ഞിട്ട് ശേഷം സുമ്മൽത്തവതയിലയ്യ, പിന്നീട് ആ സഅദുൽ മജ്നൂൻ തങ്ങൾ എന്നെ കൊണ്ട് തിരിഞ്ഞു നോക്കി. എന്നിട്ട് വക്കാല, അദ്ദേഹം പറയുന്നു, യാ ദന്നൂൻ, ദന്നൂൻ എന്നങ്ങ് വിളിച്ചു. ഈ നൂന് എന്ന് പറഞ്ഞാണ് ഞാൻ തന്നെയാണ്, ദന്നൂന് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സഅദുൽ മജ്നൂൻ തങ്ങൾ പറയുന്നു, എന്തെന്നറിയാമോ? എന്നാൽ കേൾക്കണോ ബലഹനി, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? അന്നക തഖൂലു, നിങ്ങളെന്തോ പറയുന്നു. നിങ്ങൾ പറയുന്ന ഒരാളാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളും തത്വങ്ങളൊക്കെ പറയുന്ന ആളല്ലേ നിങ്ങൾ. അതുകൊണ്ട് അസ്ബാബിൽ മാരിഫത്തി, അള്ളാഹിനെ കുറിച്ച് അറിയുന്ന മാരിഫത്ത്, ആ മാരിഫത്തിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഞാനിത് കേൾക്കട്ടെ, അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കൊൽത്തു, അപ്പൊ ദന്നൂറിൽ മിസ്രി തങ്ങൾ പറയുന്നു, അനല്ലദീ യഖ്തബിസു മിൻ അമലിക, ഞാനേ ഇവിടെ അൻതാന്ന കാണുന്നത്, അവിടെ ആരെയായിരിക്കും ഞാൻ കരുതുന്നു. യഖ്തബിസു മിൻ അമലിക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് പറ്റെടുക്കുവാനും രാജ്യെടുക്കുവാനും പിടിച്ചെടുക്കുവാനുമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാനെങ്ങനെ പറയാനാണ്? ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ട സഅദുൽ മജ്നൂൻ തങ്ങൾ പറയുന്നു, ഹഖുൽ സായിരി അൽ ജവാബു, ചോദ്യകർത്താവ് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ കടബാധ്യത എന്താണ്? മറുപടി കൊടുക്കലാണ്. അപ്പൊ ഞാൻ തന്നെ മറുപടി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ബഹുമാനപ്പെട്ട സഅദുൽ മജ്നൂൻ തങ്ങൾ പാടുന്നു. 2 വരിപ്പാട്ട് പാടി. എന്താണറിയാമോ? ഖുലൂബുൽ ആരിഫീന തഹുന്നു ഹത്താ തഹില്ലു ബിഖുർബിഹി ഫീ കുല്ലി റാഹി സബത് ബി വദ്ദി മൗലാക വലൈസത് ലഹാ ഔ വദ്ദി മൗലാ മിൻ ബറാഹി. ബുദ്ധ് ദേഖ, വദ്ദല്ല ബുദ്ധ്. സബത് ബി ബുദ്ധി മൗലാക വലൈസത് ലഹാ ഔ വദ്ദി മൗലാ മിൻ ബറാഹി. ഇത് പാടിക്കൊടുത്തു. എന്തായാലും അർത്ഥം, ഖുലൂബുൽ ആരിഫീന, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന മഹാന്മാരുടെ ഹൃദയങ്ങൾ തഹിന്നു, അതിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുവിലേക്ക്. അങ്ങനെ ആ അള്ളാഹുവിലേക്ക് എപ്പോഴും അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവിന്റെ അടുപ്പത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അവർ എല്ലാ സമയത്തും. അത്രത്തോളം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് അവരുടെ ഹൃദയങ്ങൾ. മാത്രമല്ല സഫത്ത് ബി ബുദ്ധി മൗലാഹ വലൈസത്ത്, വദ്ദയവന്തു തവദ്ദലു, വദ്ദയവന്തു വദ്ദ് തയ്യാർ അല്ലേ? എന്നാ വദ്ദിനേക്കോട്ടെ, ബുദ്ധ് നോണ്ട വദ്ദ്. സബത് ബി വദ്ദി മൗലാഹ വലൈസത്ത്. തെറ്റാലോ, അങ്ങോട്ടൊക്കെ തെറ്റുമല്ലോ, തിരുത്തും തരിക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആ ഹൃദയമാകെ തെളിഞ്ഞു. എന്ത് വിഷയത്തിൽ തെളിഞ്ഞു? ഫി വദ്ദി മൗലാഹ, ആ ഹൃദയങ്ങൾക്കുള്ള ഉടമനായ അല്ലാഹ്, ആ അള്ളാഹുവിനുള്ള പ്രേമത്തിൽ അങ്ങ് തെളിഞ്ഞു. ഫലൈസത്തിലഹ, ആ ഹൃദയങ്ങൾക്ക് ഇല്ല കേട്ടോ, എന്തില്ല? അൻവദ്ദി മൗല മിൻ വറാഹി, ആ ഹൃദയത്തിന്റെ ഉടമയായിരിക്കുന്ന നേതാവായ മൗല അള്ളാഹു, അള്ളാഹുടെ സ്നേഹത്തെ തൊട്ട് ഹൃദയത്തിന് ഒരു നീങ്ങിപ്പോകലുമില്ല. സദാസമയം അല്ലാ അല്ലാ, ഉറക്കത്തില് അല്ലാ, ഉണർവില് അല്ലാ, നൃത്തത്തില് അല്ലാ, എപ്പോഴും ചിന്ത അല്ലാ, ലോകത്തെന്ത് കണ്ടാലും അല്ലാ. ഞാൻ അള്ളാഹിനെ കുറിച്ച് അറിയുന്നു, അള്ളാഹുവിലേക്ക് അടുക്കുന്നു. ഇതാണ് അവിടെ മനസ്സ്, ഇതാണ് ആരിഫിയുടെ ഹൃദയമെന്ന് ബഹുമാനപ്പെട്ട സഅദുൽ മജ്നൂൻ തങ്ങൾ ദന്നൂറുൽ മിസ്രി തങ്ങൾക്ക് അങ്ങ് പാടിക്കൊടുത്തു. ഇതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഉദ്ധരണി. നല്ലൊരു കഥ ഇതിലുണ്ട്, ഉണ്ടോ? ഇങ്ങനെ മഹാന്മാരൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ കാണുമ്പോൾ അവരുമായി ബന്ധപ്പെടുകയാണ് വേണ്ടത്. അവരവിടെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാരഥന്മാരുടെ ബർക്കത്ത് കൊണ്ട്
അള്ളാഹു നമ്മളെ ഇഹപരം വിജയത്തിലാക്കി തരുമാറാവട്ടെ. മനസ്സ് ശുദ്ധമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിനുള്ള മഹബത്തിലും വദ്ദിലും നമ്മളെപ്പോഴും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.